ഒരു മനുഷ്യന്റെ ആത്മസാക്ഷാത്കാരം പ്രായോഗികമായ ജീവിതത്തിലൂടെയും അനുഷ്ഠാനത്തിലൂടെയും നിഷ്ഠകളിലൂടെയും എങ്ങനെ സാധ്യമാകുന്നുവെന്ന് ഗുരുമാതാജി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 22 വർഷത്തെ സാമൂഹിക മണ്ഡലത്തിലെ പ്രവർത്തനത്തിലൂടെയും 26 വർഷത്തെ ആത്മീയ മണ്ഡലത്തിലെ പ്രവർത്തനത്തിലൂടെയും അമ്മ നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് നേടിയ വിശ്വമാത ഗുരുപ്രിയ. പുരസ്കാരങ്ങളുടെ നിറവിലാണ് മാതാജി. അമ്മയോടുള്ള ജനങ്ങളുടെ സ്നേഹം അമ്മയെ ആ ആത്മീയ നിർവൃതിയിലേക്ക് ഉണർത്തുന്നു. അത് പ്രധാനമായിട്ടും നമുക്ക് പുരസ്കാരം കിട്ടുക, നല്ല വാക്കുകൾ കിട്ടുക, അഭിനന്ദനങ്ങൾ തരിക വേദികളില്. അതിന് ഉപരിയായി തന്നെയാണ് എനിക്ക് ഡോക്ടറേറ്റ് തന്നിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിലൂടെയല്ല കിട്ടിയത്, അത് നമ്മുടെ എക്സ്പീരിയൻസാ. അത് 22 വർഷത്തെ സാമൂഹ്യ പ്രവർത്തന എക്സ്പീരിയൻസും പിന്നെ പോയിട്ട് 26 വർഷത്തെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് മറ്റേ സോഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് സ്പിരിച്വൽ ആക്ടിവിറ്റീസ് മൊത്തത്തിൽ 46 വർഷത്തെ എക്സ്പീരിയൻസിന് അതെനിക്ക് അവാർഡ് തന്നത് ഈ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നമുക്ക് പോണ്ടിച്ചേരി വെച്ച് ഒരു അവാർഡ് കിട്ടിയ 6 വർഷമായി. അതിനൊന്നും വലിയ വില കൊടുത്തിട്ടില്ല. അവർ വിളിച്ചു തന്നു, മേടിച്ചു, അതിന് ഒരു അംഗീകാരം. അപ്പൊ ആ അംഗീകാരങ്ങളും കിട്ടിയാൽ മാത്രമേ നമുക്ക് വേദികൾ കൂടുതൽ കിട്ടൂ. അപ്പൊ അതിന് ഞാൻ അംഗീകരിക്ക് അത് വാങ്ങി തന്നതെല്ലാം വാങ്ങി. പുരസ്കാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം സാറിന്റെ പേർക്കൊക്കെ ഉള്ള പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് അബുദാബിയിൽ നിന്നാ. അപ്പം അബുദാബി എന്ന് പറയുമ്പോൾ UAE ഞാനൊരു 10-21 പ്രാവശ്യം വരെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എനിക്ക് ധാരാളം ഭക്തരുണ്ട്. അവിടെ ഞാൻ ശാന്തി ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് മംഗല്യ തടസ്സം, കമ്പനികളിലൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മനുഷ്യ ജീവിതത്തിൽ ചില ബ്ലോക്കുകൾ വരും. ആ ബ്ലോക്ക് സമയത്താണ് നമ്മൾ എല്ലാവരും പറയുമല്ലോ സമയദോഷവും. അങ്ങനെയുള്ള ആ സമയദോഷ കാലങ്ങളൊക്കെ നമ്മൾ ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ അത് മാറും. ഇപ്പോ നമ്മൾ ആത്മീയതയെ കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഈ ലോകത്ത് ഈശ്വരനറിയാതെ ഒരു തുരുമ്പ് പോലും അനങ്ങത്തില്ല. ആ ചൈതന്യ ശക്തി അറിയാതെ ഒരു തുരുമ്പ് പോലും അനങ്ങത്തില്ല. എവിടെ എന്ത് സംഭവിക്കുന്നെങ്കിലും ദൈവം അറിഞ്ഞു തന്നെയാണ്, അറിയാതല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം അടുത്തത് പറയുമ്പം ലോകമേ നമ്മളെ തറവാട്. നമ്മള് പണം ഉണ്ടാക്കാൻ വേണ്ടി അക്രാന്തി പിടിച്ച് ഓടുന്നില്ലേ? പക്ഷെ ലോകമേ നമ്മുടെ തറവാട്. ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. അതെങ്ങനെ ജീവിക്കണമെന്നാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ അത് പഠിപ്പിച്ചപ്പോ ആ ഋഷീശ്വരന്മാരോട് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ഉൾവിളി ഉണ്ടാകും. ആ ഉൾവിളിയിലൂടെ നമുക്ക് സിമ്പിളായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് സ്ഫുടം ചെയ്തു തരും. ശ്രീരാമൻ വന്ന കാലമല്ല, ശ്രീബുദ്ധൻ വന്ന കാലമല്ല, ശ്രീയേശു വന്ന കാലമല്ല, നബിത്തിരുമേനി വന്ന കാലമല്ല, ശ്രീനാരായണ ഗുരുദേവന് വന്ന കാലമല്ല. ഇന്ന് നാം ഫേസ് ചെയ്യുന്ന ഈ വർത്തമാനകാലം. ഈ വർത്തമാനകാലത്തിൽ നാം എന്ത് ചെയ്യണമെന്ന് ഈ ഋഷീശ്വരന്മാർ തന്നെ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ഉൾവിളി തരും. അവർ നമ്മിൽ പ്രവർത്തിക്കും. ആ പ്രവർത്തിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ച് സ്ഫുടം ചെയ്തു തരും. ഇപ്പൊ മോൻ പറഞ്ഞ ആ പഴയ പുസ്തകങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ അന്ന് വെറും പനി മാത്രമേ ഉള്ളായിരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ,
അന്ന് പനി മാത്രമേ ഉള്ളു, ഭ്രാന്തെന്ന് പറഞ്ഞത് അന്ന് പനിയേ ഉള്ളു. ഇപ്പൊ എന്താണെന്നറിയാ, സൂപ്പർ ക്യാൻസർ ആണ്. അപ്പൊ പനിയുടെ മരുന്ന് മതിയോ ക്യാൻസറിന്? അപ്പൊ ഇപ്പോഴ് നല്ല എഫക്റ്റ് ഉള്ള മരുന്നുണ്ടാക്കി കൊടുത്താലേ ഇപ്പോഴത്തെ രോഗം മാറും. ജനിച്ചാൽ മരിക്കും, തീർച്ചയായിട്ടും. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ തീർച്ചയായിട്ടും ജനിക്കും. ജനിക്കാതിരിക്കണമെങ്കിൽ മരിക്കാതിരിക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ എല്ലാരും നമ്മളോട് ചോദിക്കും, ജനിക്കാതിരുന്നാലേ മരിക്കാതിരിക്കുമെന്ന്, അല്ലേ? അതല്ല, അതിനപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. മരിക്കാതിരിക്കാൻ എന്ത് വേണം? ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ജീവിത യാത്രയിൽ അനുഷ്ഠിക്കേണ്ടുന്നതുണ്ട്. അത് അനുഷ്ഠിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്വാത്വികമായ ചിന്തയും ധാർമ്മികമായ കർമ്മങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് മോക്ഷപ്രാപ്തിയിലെത്താൻ കഴിയും. അങ്ങനെ മോക്ഷപ്രാപ്തിയിൽ എത്തുന്നവർക്ക് മരിക്കേണ്ട, മരണത്തെ അവർ അതിജീവിക്കും. അങ്ങനെ ജീവിച്ചവരാണെന്ന് വന്നിട്ടുള്ള നമ്മളെ ഋഷീശ്വരന്മാരല്ല. അവരെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ അവർ മരിക്കുന്നില്ല. മരിക്കുന്നു എന്ന വാക്ക് ഉണ്ടെങ്കിൽ മഹാപാവിയാണവൻ. പാപം തീർന്നാൽ സമാധിയാണ്. ആ സമാധി എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ആരാണ്? അത് നമുക്ക് പ്രപഞ്ചത്തിൽ ഒരു സത്യം ഉണ്ട്. ആ സത്യമാണ് നമുക്ക് തരുന്നത്. എപ്പോഴാണ് ആ സമാധി ഉണ്ടാകുന്നത്? നമ്മളെ ജോലി തീരുമ്പോൾ. കഠിനമായ തപസ് കൊണ്ട് വിശ്രമമില്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരം ജീർണിച്ചു പോയി. അതിനാൽ ഇനി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നാണ് നാരായണ ഗുരുദേവൻ ശിവഗിരി വെച്ച് പറഞ്ഞു വെച്ച് 3-ാം ദിവസം സമാധിയായത്. അപ്പോ ശരീരം ഉപയോഗശൂന്യമായ വസ്തുവായി കഴിയുമ്പോൾ അത് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് മരണമല്ലത്. മരണത്തെ അതിജീവിക്കുകയും ആ ആത്മീയ ചൈതന്യം സകല ചരാചരങ്ങളിൽ സ്പ്രെഡ് ചെയ്യുകയാണ്, സർവവ്യാപിയായി മാറുകയാണ് ആ ശരീരം പോയി കഴിഞ്ഞതിന് ശേഷം. അതാണ് മരണത്തെ അതിജീവിക്കുന്നത്. മരണത്തെ അതിജീവിച്ചവരാണ് ഞാൻ ഈ പറഞ്ഞ അവസ്ഥയിൽ. മരിക്കുന്നു എങ്കിൽ ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ജീവിത യാത്രയിൽ എന്തെല്ലാം പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ? മായാപ്രപഞ്ചത്തിൽ മായാവിനോദത്തിൽ പാപികളായി മാറിടുന്നു. പാപികൾക്കും മനഃശുദ്ധിയില്ലാത്തോർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. എന്റെ ജീവചരിത്രങ്ങള് പലർക്കും അറിയണം. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് എന്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യുകയാണ്. അപ്പൊ അത് മറ്റു പലർക്കും വലുത്. അപ്പൊ ഞാൻ പിന്നെ ബോംബെയിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ 10-20 വർഷം കഴിഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് 1-2 സ്വാമിമാര് ഞാൻ പ്രഭാഷണം ചെയ്യുന്നിടത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരോടൊക്കെ പ്രഭാഷണമൊക്കെ ചെയ്ത് എവിടുന്നാണോ നമ്മൾ ഒരുമിച്ച് പോയത് അവിടെ വന്നിരുന്നു കൊണ്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞേക്കോന്നറിയാം, നിങ്ങളെന്തിനാ കമ്മലിട്ടിരിക്കുന്നേ, നിങ്ങളെന്തിനാ മാല ഇട്ടിരിക്കുന്നത്, നിങ്ങൾ വളയെന്തിനായിട്ടിരിക്കുന്നത്, നിങ്ങൾ തലമുടി എന്തിനാ മുട്ട അടിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ മുൻകോപിയാ. പുള്ളിയോടൊക്കെ സംസാരിച്ച് ജയിച്ചിട്ട് വരാൻ പറ്റില്ല. അവിടെ പിന്നെ ഒരു യുദ്ധപ്രതീതി വേണ്ടാന്ന് വരും. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിന്റെ നമ്പർ എന്റെ അറിയായിരുന്നു. ഞാൻ ശിക്ഷണത്തെ വിളിച്ചിട്ട് പറഞ്ഞ് എന്റെ കാതിന്റെ ആ സ്വാമി നോക്കി, എന്റെ എന്റെ കഴുത്തിൽ നോക്കി, പിന്നെ എന്റെ തലയിൽ നോക്കി മുടി ഉണ്ടെന്ന് മനസ്സിലായി, പിന്നെ അത് കഴിഞ്ഞ് വള ഉണ്ടോന്ന് നോക്കി. ഇതൊക്കെ നോക്കി അദ്ദേഹം മനസ്സിലാക്കി എന്റെ ഹൃദയം, എന്റെ മനസ്സ്, എന്റെ ആത്മാവ് കാണാനുള്ള കണ്ണ് അദ്ദേഹത്തിന് ഇല്ലാതെ ആയിപ്പോയി, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. അതുപോലെ എന്റെ മറുപടി. ഇതൊക്കെ ഭാഗ്യമായിട്ടുള്ള ശരീരത്തിലുള്ള സംഭവമല്ലേ പറഞ്ഞത്. എന്റെ ആത്മാവ് കാണാൻ നേരത്തെ കഴിഞ്ഞ